ഹലോ, ഓണമൊക്കെ ആയില്ലേ? എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ? ഞങ്ങളും ഇട്ടു കേട്ടോ ഓണപ്പൂക്കളം. അപ്പോൾ നമ്മൾ ആദ്യം പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂവിടാനുള്ള തറയാണ് കേട്ടോ സെറ്റാക്കണത്. അപ്പോൾ നമ്മൾ പഴയ ഒരു ടയർ എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് മെഴുകിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് നമ്മൾ പൂക്കളിടാറ്. സാധാ മുറ്റത്ത് വേണമെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ ഇടാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ നിറച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അമ്മ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടി റെഡി ആവണതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഈ തറയിലാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ചാണകം തേച്ചിട്ട് അതിൻ്റെ മുകളിൽ പൂക്കളിട്ട്. ഇതിപ്പോൾ നമ്മൾ തലേ ദിവസം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 2 ദിവസം മുന്നേക്ക് ഈ തറയൊക്കെ റെഡിയാക്കി വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മറന്നുപോയി സത്യത്തിൽ. പിന്നെ വൈകുന്നേരമാണ് ഓർത്തത്. അതുകൊണ്ട് തന്നെ വേഗം നമ്മളൊരു തറയൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് ചാണകമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 10 ദിവസം നമ്മൾ ചാണകം തേച്ചിട്ടാണല്ലോ പൂക്കളിടുക. അപ്പോൾ നമ്മൾ എല്ലാം പൂക്കളിടാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഓണത്തിനെ വരവേൽക്കാനായിട്ട് സെറ്റായിട്ട് നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും എൻ്റെ ഡ്യൂട്ടി എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റെഡിയായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് കേട്ടോ. വലിയ സന്തോഷത്തിലൊന്നല്ല പോണത്, അതെന്നും ഇപ്പം അങ്ങനെയാവും കേട്ടോ. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും വന്നപ്പോഴേക്കും തിരിച്ച് വന്നപ്പോൾ നല്ലൊരു പൂക്കളൊക്കെ വീട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും അനിയത്തിയും കൂടി കേട്ടോ ഈ പൂക്കളിട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛനും അനിയത്തിയും കൂടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ഗാർഡനിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമുക്ക് വേറൊരു സ്പെഷ്യൽ ഡേയും കൂടി ഉണ്ടെന്ന്. കാരണം നമ്മുടെ അമ്പലത്തിൽ ആനയൂട്ടാണ്. അപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുകാന്ന് പറഞ്ഞിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് വന്ന കേട്ടോ. ഞാൻ ഇറങ്ങുന്ന സമയത്താണ് ആനയൂട്ടി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയതല്ലേ പറഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോയി ആനകളെയൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് വെറുതെ ഒന്ന് മേലെ നിന്ന് തന്നെ തൊഴുതു കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ആനകളൊക്കെ അവിടെ ചെന്നിട്ട് ദേവീനെ തൊഴുകണ നേരത്ത് നമ്മൾ അവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ പോയൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ പുറത്തുനിന്ന് തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. എന്തായാലും പോയതില്ലേ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആനയൂട്ടോ കാണാൻ പറ്റിയില്ല. ആന അമ്പലത്തിൽ ദേവീനെ തൊഴുകണതേലും കാണാൻ പറഞ്ഞിട്ട് ആന ദേവീനെ തൊഴുകണമെന്ന് നോക്കിക്കൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. പിന്നെ ആനയൂട്ടായതുകൊണ്ട് തന്നെ നല്ല മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മേളത്തിൻ്റെ കൂടെ ആനേനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അധികം നേരമൊന്നും നിന്ന് സമയം കളയാതെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തേക്ക് കുറച്ച് ദൂരമുള്ളൂ. ആ കുറച്ച് ദൂരത്തിൽ തന്നെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തി സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോഴേക്കും ആന അത് തിരിച്ച് വീടിന് മുന്നിൽ കൂടെ പോകും. ഇപ്പോൾ ഞാൻ എന്തിനാണ് ആനയെ കാണാൻ അമ്പലത്തിൽ പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഓണക്കോടി എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട്